നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ് എന്നത്. ഉപ്പ് ഉപയോഗിക്കാത്ത ഒരു ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. എന്നാൽ ഈ ഉപ്പ് എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിപ്പോൾ എന്താ കടൽ വെള്ളത്തിൽ നിന്നല്ലേ ഉപ്പ് നിർമ്മിക്കുന്നതെന്നായിരിക്കും നിങ്ങളിൽ അധിക ആളുകളുടെയും ഉത്തരം. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമല്ല എന്നതാണ് സത്യം. അപ്പോ എങ്ങനെയാണ് ഫാക്ടറികളിൽ ഉപ്പ് നിർമ്മിക്കുന്നതെന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്ന ഉപ്പ് നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കടൽ വെള്ളം ശേഖരിക്കലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 70 മില്യൺ ടണ്ണോളം ഉപ്പാണ് കഴിഞ്ഞ 2024 എന്ന വർഷത്തിൽ മാത്രം ചൈന ഉൽപ്പാദിപ്പിച്ചത്. ഇതിൽ 3-ാം സ്ഥാനമുള്ളത് ഇന്ത്യക്കാണ്. സാധാരണയായിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഉപ്പ് നിർമ്മിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഉപ്പ് ഫീൽഡ് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് 3 പ്രധാന സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് മുമ്പ് പറഞ്ഞ കടൽ വെള്ളം ശേഖരിച്ച് വലിയ പൈപ്പ് ലൈനുകളിലൂടെയായിട്ട് ഇതെത്തുന്നത് ഈ ഒരു ടാങ്കിലേക്കാണ്. ഒരേ സമയം 5 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു ടാങ്കാണിത്. ഇവിടെ നിന്നാണ് ഉപ്പ് നിർമ്മിക്കാനായിട്ടുള്ള കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നത്. ഇതുതന്നെയാണ് ഉപ്പ് നിർമ്മാണത്തിന്റെ ആദ്യത്തെ പ്രോസസ് എന്നതും. ഇതിലൂടെ വെള്ളത്തിലുള്ള മണൽ തരികൾ, ആൽഗകൾ, മറ്റു വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്യുന്നതാണ്. ഒരു ദിവസം തൊട്ട് 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇത്തരം ഒരു ശുദ്ധീകരണം എന്നത്. ഈ ഒരു സമയത്താണ് കടൽ വെള്ളം ഉപ്പ് നിർമ്മിക്കാനായിട്ടുള്ള ശരിയായ രീതിയിലുള്ള സാച്ചുറേഷൻ ലെവലിൽ എത്തിയോ എന്ന് മീറ്ററുകൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉപ്പ് നിർമ്മാണത്തിന്റെ 1-ാമത്തെ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ എന്നത്. ഇനി 2-ാമത്തെ സ്റ്റെപ്പ് എന്നത് ഇങ്ങനെ പരിശോധിച്ച കടൽ വെള്ളം നേരെ പോകുന്നത് ബാഷ്പീകരിക്കാനായിട്ടുള്ള ആഴം കുറഞ്ഞ ഇത്തരം കുളങ്ങളിലേക്കാണ്. ഇവിടെ നിന്നാണ് കടൽ വെള്ളം സൂര്യന്റെ വെയിലും തീരദേശ കാറ്റും ഏറ്റുകൊണ്ട് കടൽ വെള്ളം അങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്നത്. ഈ ഒരു സമയത്താണ് കടൽ വെള്ളം ഇങ്ങനെ ബാഷ്പീകരിക്കുന്നതിലൂടെയാണ് ഉപ്പിലടങ്ങിയിട്ടുള്ള ഉപ്പിന്റെ ഗുണങ്ങളായിട്ടുള്ള സോഡിയവും ലവണങ്ങളുമെല്ലാം ഉപ്പിൽ ഉണ്ടാകുന്നത്. കാറ്റിന്റെ വേഗതയും ഈർപ്പത്തെയും ആശ്രയിച്ചുകൊണ്ട് ഇത്തരം ഒരു ബാഷ്പീകരണ പ്രക്രിയ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിംഗ് രീതിയാണ്. പിന്നീട് ഈ ഒരു ഉപ്പിന്റെ സാന്ദ്രത 24 മുതൽ 26% ഒപ്റ്റിമൽ പരിധിയിൽ എത്തിയെന്ന് പരിശോധിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ബാഷ്പീകരിച്ച ഉപ്പുവെള്ളം വിശാലമായി നിർമ്മിച്ചെടുത്ത പരന്ന ഒരു പ്രതലത്തിലേക്ക് വളരെ ശ്രദ്ധയോടെ മാറ്റുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന ഉപ്പ് പാടങ്ങൾ എന്നത്. ഇത്തരം ഒരു പ്രോസസ്സിംഗ് രീതിയാണ് 3-ാമത്തെ സ്റ്റെപ്പ് എന്നത്. ഇവിടെയാണ് മുമ്പ് ബാഷ്പീകരിച്ച ഉപ്പുവെള്ളം 3 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ വെള്ളം നിലനിർത്തുന്നത്. ഇതാണ് ഉപ്പ് നിർമ്മാണത്തിലെ അവസാനത്തേതും അതുപോലെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പണി എന്നതും. 2 ദിവസം മുതൽ 5 ദിവസം വരെ ഇങ്ങനെ ബാഷ്പീകരിച്ച കടൽ വെള്ളം ഇവിടെ സൂക്ഷിക്കുന്നു. സൂര്യപ്രകാശവും ചെറിയ കാറ്റും ഏറ്റുകൊണ്ടാണ് ഇവിടെ നിന്നാണ് പിന്നീട് കടൽ വെള്ളം പതിയെ ഉപ്പായി മാറുന്നത്. ഇവിടെ നിന്നാണ് സോഡിയം ക്ലോറൈഡ് പാരലുകൾ പതിയെ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർന്നു വരുന്നത്. തുടർന്ന് 1-2 ദിവസം കൂടി കഴിഞ്ഞാൽ വെള്ളമെല്ലാം വറ്റിക്കൊണ്ട് പൂർണ്ണമായും വെളുത്ത നിറത്തിലുള്ള ഉപ്പായി മാറിയിട്ടുണ്ടാകും. പിന്നീടാണ് അത് ജോലിക്കാർ ഇത്തരം അലുമിനിയം കോരികൾ ഉപയോഗിച്ച് പൊങ്ങി വന്ന ഉപ്പിനെ ചെറിയ കൂമ്പാരങ്ങളാക്കി മാറ്റുന്നത്. ഇന്ന് ലോകത്ത് ഉപ്പ് ഉൽപാദനത്തിന്റെ 60% നിർമ്മിക്കുന്നത് ഇങ്ങനെ കടൽ വെള്ളത്തിൽ നിന്നാണ്. ഏറ്റവും ചിലവ് കുറവുള്ളതും എളുപ്പത്തിൽ ഉപ്പ് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രീതി കൂടിയാണിത്. രക്തസമ്മർദ്ദം, നാഡികളുടെ പ്രവർത്തനം എന്നിവയെല്ലാം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്ത് ഒരു ദിവസം 4 മുതൽ 5 ഗ്രാം വരെ അളവിൽ ഉപ്പ് ആവശ്യമാണ്. എന്നാൽ ഇത് നേരെ തിരിച്ച് ഉപ്പ് അധികമായി കഴിക്കുന്നത് ഹൃദയ രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും കാരണമായേക്കാമെന്നും പറയുന്നുണ്ട്. ഇന്ന് ലോകത്ത് പ്രധാനമായും ഉള്ളത് കല്ലുപ്പ്, പൊടിയുപ്പ്, പിങ്ക് റോക്ക് സാൾട്ട് അഥവാ ഇന്ദുപ്പ് എന്നിങ്ങനെ അടങ്ങുന്ന 3 തരം ഉപ്പുകളാണ്. ഇതിൽ പിങ്ക് സാൾട്ട് ഇന്ദുപ്പ് ഉണ്ടാക്കുന്നത് മാത്രം മറ്റൊരു വ്യത്യസ്ത രീതിയിലാണ്.
കൂടുതലാണ്. സാധാരണ ഉപ്പിനേക്കാൾ വില കൂടുതലാണ് ഇത്തരം പിങ്ക് സാൾട്ടിന്. സാധാരണ ഉപ്പുണ്ടാക്കുന്നത് പോലെ കടൽ വെള്ളം വറ്റിച്ചല്ല ഇതിന്റെ നിർമ്മാണം എന്നത്. 60 കോടി വർഷങ്ങൾക്ക് മുമ്പ് കടലിലെ വെള്ളം വറ്റി പിന്നീട് അവിടെ വലിയ തോതിൽ ഉപ്പുണ്ടാവുകയും പിന്നീട് അഗ്നിപർവ്വത സ്ഫോടനം കാരണം ഇതെല്ലാം ഒന്നിച്ച് ഭൂമിക്കടിയിലാവുകയും ചെയ്തു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പിങ്ക് സാൾട്ട് ഉള്ളത് പാകിസ്ഥാനിലെ പഞ്ചാബ് റീജിയനിലുള്ള കെവ്റ എന്ന കുന്നുകളിലാണ്. ഇതിൽ രണ്ടാമത്തെ സ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഈ മലകൾ തുരന്നെടുത്ത് വലിയ ബ്ലോക്കുകൾ പൊടിച്ചെടുത്താണ് പിങ്ക് സാൾട്ട് നിർമ്മിച്ചെടുക്കുന്നത്. ഇതിനാലാണ് ഇതിനെ ഹിമാലയൻ പിങ്ക് സാൾട്ട് എന്ന പേരിലും അറിയപ്പെടുന്നത്. 82-ലധികം വരുന്ന മിനറലുകൾ ഈ ഒരു ഉപ്പിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള അയൺ, ഇരുമ്പിന്റെ അംശമാണ് ഈ ഒരു ഉപ്പിനിങ്ങനെ പിങ്ക് നിറം നൽകുന്നത്. കഴിഞ്ഞ 2024 എന്ന വർഷത്തിൽ മാത്രം പാകിസ്ഥാനിൽ നിന്ന് 4 ലക്ഷം ടൺ ഉപ്പാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇന്ന് ലളിതമായി തോന്നുന്ന ഉപ്പ് വെറും ഭക്ഷണത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ബാറ്ററി നിർമ്മാണം, അതായത് സോഡിയം അയൺ ബാറ്ററികൾ, മരുന്നുകളുടെ നിർമ്മാണം, അതുപോലെ വ്യത്യസ്ത രാസവസ്തുക്കളുടെ നിർമ്മാണത്തിനും, എന്തിനേറെ പറയുന്നു റോഡുകളുടെ ഐസിംഗ് നീക്കം ചെയ്യാൻ പോലും ഇന്ന് വലിയ അളവിൽ ഉപ്പ് ഉപയോഗിച്ചു വരുന്നു. 14,000-ലധികം വരുന്ന വസ്തുക്കളിൽ ഇന്ന് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ആയിരക്കണക്കിന് വർഷത്തിലേറെയായി മനുഷ്യൻ ഭൂമിയിൽ ഇന്ന് ഉപ്പ് കണ്ടെത്തിയിട്ട്. ആദ്യകാലങ്ങളിൽ ഉപ്പിന്റെ മൂല്യം എന്നത് ഇന്നത്തെ സ്വർണത്തെ പോലെ സ്വർണത്തെക്കാൾ മൂല്യമുള്ള ഒരു വസ്തുവായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഉപ്പിനെ പുരാതന കാലങ്ങളിൽ വിനിമയത്തിനായിട്ട് ഒരു കറൻസിയായി, പണമായിട്ട് പോലും ഉപ്പിനെ ഉപയോഗിച്ചു വന്നിരുന്നു. ഫ്രിഡ്ജുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേട് കൂടാതെ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാനായിട്ട് മനുഷ്യൻ ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വസ്തുവായിരുന്നു ഉപ്പ് എന്നത്. സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ഉപ്പിന്റെ ഒരു തരിയിൽ 40% സോഡിയവും ബാക്കി വരുന്ന 60% ക്ലോറൈഡുമാണ് അടങ്ങിയിട്ടുള്ളത്. ഉപ്പിൽ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ധാതുവായ സോഡിയം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഇലക്ട്രോലൈറ്റ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനായിട്ട് ഉപ്പ് അവിടെ വലിയ രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. ഉപ്പിനെ കുറിച്ച് ശാസ്ത്രം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന വിയർപ്പിൽ 2 മുതൽ 3 ഗ്രാമോളം വരെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ നരമ്പിലൂടെ രക്തം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ സോഡിയം ആവശ്യമുണ്ട്. മനുഷ്യനെ ശരിയായ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അവിടെയും തലച്ചോറിന് ഉപ്പ് ആവശ്യമാണ്. ഇനി ഇതൊന്നും കൂടാതെ 1 ലിറ്റർ കടൽ വെള്ളത്തിലുള്ളത് ഏറെക്കുറെ 35 ഗ്രാമോളം വരുന്ന ഉപ്പാണ്. ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് ഉൽപാദന കമ്പനിയാണ് ടാറ്റ സാൾട്ട് എന്നത്. 1983 കാലത്താണ് ടാറ്റ ഉപ്പ് നിർമ്മാണത്തിലേക്ക് വരുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ടാറ്റ സാൾട്ടിൽ സോഡിയം അടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായിട്ട് ടാറ്റ സാൾട്ട് ഉൽപ്പാദിപ്പിച്ചത് ഏറെക്കുറെ 8 ലക്ഷം ടണ്ണോളം വരുന്ന ഉപ്പാണ്. അപ്പോ വീഡിയോ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ പുറകിലുള്ളത് വലിയൊരു ചരിത്രം തന്നെയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.